ഡൽഹി ജന്തർ മന്ദിറിൽ സമരം തുടർന്ന് പാർട്ടികൾ. എന്നാൽ ശക്തമായ സുരക്ഷാ ക്രമീകരണമാണ് ഡൽഹി പോലീസ് ഒരുക്കിയിട്ടുള്ളത്. രാഹുലിന്റെ പെരുമാറ്റം അപലപനീയമെന്ന് പ്രതിപക്ഷ നേതാവ് എന്ന പദവിക്ക് യോജിക്കാത്തതാണെന്നും BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ കുറ്റപ്പെടുത്തി. ഏത് വിഷയത്തിലും ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും BJP ദേശീയ അധ്യക്ഷൻ വ്യക്തമാക്കി. വാക്കുകളിലേക്ക്. नेता प्रतिपक्ष राहुल गांधी ने कृत्य किया है वो पूरी तरह से अशोभनीय है, निंदनीय है। नेता प्रतिपक्ष जिस गरिमा का पद है उस पद को भी राहुल गांधी जी गंभीरता से नहीं लेते हैं। इस बात का आज पूरा उनके व्यवहार से दिखा। मेरा ये मानना है लोकतंत्र में विरोध और अराजकता दोनों अलग अलग शब्द हैं। विरोध जब मर्यादा की हदों को पार कर जाती है तो अराजकता बन जाती है, और हम शुरू से कहते रहे राहुल गांधी जी अराजकता के प्रतीक बनकर उभर रहे हैं। വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും TS ആദർശ് ചേരുന്നു. ആദർശ്, ഇന്ന് ഏത് നിലയിലാണ് പാർട്ടികളുടെ സമരം? അവിടെ അവർ സംഘടിച്ചിട്ടുണ്ടോ? പോലീസ് അക്രമം തടയാനുള്ള എന്തെല്ലാം സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? ആദർശ്. വിനോദ്, ഇന്നും ജന്തർ മന്ദറിൽ പാർട്ടികൾ എത്തിയിരിക്കുകയാണ്. പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള അവരുടെ ആവശ്യത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള നിലപാട് തന്നെയാണ് വ്യക്തമാക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കുറഞ്ഞൊന്നും തങ്ങൾക്ക് സ്വീകാര്യമല്ലെന്നാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ജന്തർ മന്ദറിൽ സംഘടിച്ചുകൊണ്ട് ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ ഒരു സമരത്തിന് പിന്തുണയുമായി SFI, AISF, ഐസ തുടങ്ങി ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ ഒക്കെ പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമരത്തിലൂടെ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പോരാട്ടത്തിൻ്റെ ഒരു പുതിയ മുഖം തുറക്കുക എന്നതാണ് ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ സമരത്തിന് വേണ്ട എല്ലാ പിന്തുണയും നൽകുന്നതും അവർക്ക് സ്വാധീനമുള്ള JNU പോലുള്ള കലാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഈ ജന്തർ മന്ദറിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കഴിഞ്ഞ 2 ദിവസവും ഈ കോക്രോച്ച് ജനതാ പാർട്ടി പ്രഖ്യാപിച്ച പാർലമെന്റ് മാർച്ച് തടയുന്നതിന് വേണ്ടി വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഡൽഹി പോലീസ് കൈക്കൊണ്ടത്. അവർ അതേ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെ ഇന്നും തുടരുകയാണ്. ഈ പാറ്റ സമരത്തെ പ്രതിരോധിക്കുക എന്ന കൃത്യമായ നിലപാട് തന്നെയാണ് ഡൽഹി പോലീസ് സ്വീകരിക്കുന്നത്. കാരണം ആദ്യ ദിവസം 20-ാം തീയതി പാർലമെന്റ് തുടങ്ങുന്ന ദിവസം, പാർലമെന്റിന്റെ സഭാ നടപടികൾ ആരംഭിക്കുന്ന ദിവസം പാർലമെന്റ് മാർച്ച് നടത്തിക്കൊണ്ട് രാജ്യതലസ്ഥാനത്ത് വലിയ അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ശ്രമമാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയത്. എന്നാൽ ഡൽഹി പോലീസിന്റെ കൃത്യമായ ഇടപെടലുകൾ വലിയ ഒരു അക്രമ സംഭവത്തിലേക്ക് നീങ്ങുന്നതിനെ തടയുകയായിരുന്നു. നിരവധി ഈ കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. CJP പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ 118 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അങ്ങനെ കൃത്യമായിട്ടുള്ള നടപടി തന്നെയാണ് ഇക്കാര്യത്തിൽ ഡൽഹി പോലീസ് സ്വീകരിക്കുന്നത്. ഡൽഹി പോലീസിനെ സംബന്ധിച്ചിടത്തോളം രാജ്യ തലസ്ഥാനത്തെ ചോരക്കളമാക്കാൻ അനുവദിക്കില്ല എന്ന ഒരു നിലപാട് തന്നെയാണ് അവർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് കോക്രോച്ച് ജനതാ പാർട്ടിയാകട്ടെ ഈ സമരത്തിന് പ്രത്യേകിച്ചുള്ള രൂപമോ അതുമല്ലെങ്കിൽ സമരക്കാർ എവിടെയൊക്കെ സംഘടിക്കും എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരമോ ഒന്നും തന്നെ ഡൽഹി പോലീസിന് നൽകിയിട്ടുമില്ല. നേരത്തെ ഇവർ ജന്തർ മന്ദറിൽ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും റൈസിന റോഡ്, പ്രസ് ക്ലബ് റോഡ്, നോർത്ത് അവന്യൂ എന്നിവിടങ്ങളിലൊക്കെ തന്നെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ സംഘടിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ടുള്ള മുൻകരുതലുകൾ ഈ ഒരു സമരത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഡൽഹി പോലീസ് സ്വീകരിക്കുന്നത്. ഡൽഹിയിൽ പാർട്ടികൾ ഇന്നും സമരം അക്രമാസക്തമാക്കാനുള്ള മുൻകരുതലുമായി രംഗത്തുണ്ട്. എന്നാൽ ശക്തമായ അക്രമത്തെ ചെറുക്കുമെന്ന് തന്നെയാണ് ഡൽഹി പോലീസ് അറിയിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്.